PHSC NSQF Taskman സെക്കൻഡ് ഇയർ കോഴ്സിൻ്റെ വീഡിയോ ലെസണിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വോളിയം 10 ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വർക്കിംഗ് വിത്ത് LibreCAD പാർട്ട് 6. ഹൗ ടു ഡ്രോ എ ടൈറ്റിൽ ബ്ലോക്ക് വിത്ത് LibreCAD. നമ്മൾ LibreCADിൽ ഡ്രോയിങ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു ടൈറ്റിൽ ബ്ലോക്ക് A1 സൈസ് ഷീറ്റിൽ എങ്ങനെ വരയ്ക്കാം നോക്കാം. LibreCADിൽ ഡ്രോ ചെയ്യുന്ന എങ്ങനെയാണെന്നും ടൂൾസിൽ പോയിട്ട് ഡ്രോ ലൈൻ, സർക്കിൾ, കർവ്, എലിപ്സ്, പോളിലൈൻ, പിന്നെ സെലക്ഷൻ ബട്ടൺസ്, ഡൈമെൻഷൻ ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത്, അതായത് ഓൾറെഡി വരച്ചതിനെ മൂവ് ചെയ്യുക, കോപ്പി ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക, മിറർ ചെയ്യുക, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇൻഫർമേഷൻസ് നമ്മൾ നോക്കേണ്ടത് അടുത്ത് നോക്കാം. മൾട്ടിലൈൻ ടെക്സ്റ്റ് എങ്ങനെ എഴുതാം, ഹാച്ച് എങ്ങനെ ചെയ്യാം, പോയിന്റ്സ് എങ്ങനെ വരയ്ക്കാം, ഇതെല്ലാം നമ്മുടെ ടൂൾസിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ വരയ്ക്കാനുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു. എങ്ങനെ വരയ്ക്കാം, എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യാം. ഇനി നമുക്കൊരു ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യാം. ടൈറ്റിൽ ബ്ലോക്ക് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഡ്രോയിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടൈറ്റിൽ ബ്ലോക്ക്. ടൈറ്റിൽ ബ്ലോക്കാണ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നതിൽ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് LibreCADിൽ ഒരു ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. LibreCADിൻ്റെ ഒരു വിൻഡോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു കോർണറിലൊക്കെ ആയിരിക്കും ഓപ്പൺ ആയി കിടക്കുന്നത്. പിന്നെ അതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ കഴ്സർ കൊണ്ട് മേളിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്, റീസൈസ്, ഓൾവേസ് ഓൺ ദ ടോപ്പ്, ഓൾവേസ് ഓൺ വിസിബിൾ സ്പേസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വേണം. അപ്പോൾ മൂവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LibreCADിൻ്റെ വിൻഡോ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആയിരിക്കും. പക്ഷേ മാക്സിമൈസ് ചെയ്താൽ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ബാക്കിലുള്ള സ്ക്രീൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ മൂവ് ചെയ്ത് നമുക്ക് പറ്റിയ ഒരു ആപ്റ്റായിട്ടുള്ള പൊസിഷനിൽ കൊണ്ടുവച്ചു. ഇനി നമ്മൾ LibreCADിൽ മൂവ് ചെയ്തു വെച്ചു. ഇനി നമ്മൾ എങ്ങനെ ഇത് വരയ്ക്കാൻ നോക്കാം, ഒരു ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം പോകുന്നത് എങ്ങനെയാണ്, ഓപ്ഷൻസിൽ പോവുക, കറണ്ട് ഡ്രോയിങ് പ്രിഫറൻസസിൽ പോവുക. എന്നിട്ട് നമുക്ക് പേപ്പർ സൈസ് ഏറ്റവും ആദ്യം ഏതാണ് നോക്കുന്നത്. നമ്മൾ സാധാരണ ഡ്രോയിങ് എല്ലാം വരയ്ക്കുന്നത് A0, നമ്മൾ സബ്മിഷൻ ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കുന്നത് A0യിലാണ്. തൽക്കാലം നമുക്ക് സ്കൂളുകളിലും കോളേജസിലും ഒക്കെ നമ്മൾ വരപ്പിക്കുന്നത് A1ലാണ്. എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് A0യിലേക്ക് പോകുമ്പോഴത്തേനും അത്രയും പേപ്പർ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ A1ലാണ് വരയ്ക്കുന്നത്. A1 എന്ന് പറഞ്ഞ സൈസ് സെലക്ട് ചെയ്യും. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ സൈസ് മാറുന്ന കണ്ടോ, 84.1, 59.4, ഇതാണ് A1ൻ്റെ സൈസ്. യൂണിറ്റ്സ് സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ ആക്കാം. ഡെസിമൽ കറക്റ്റ് ചെയ്ത് 0.00യിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചു. യൂണിറ്റ്സ് ഡെസിമൽ കറക്റ്റ് ചെയ്തു 0.00. ആംഗിളും അതുപോലെ നമുക്ക് ഡിഗ്രി എങ്ങനെ വേണമെങ്കിലും 0 ഡിഗ്രിയിലാക്കി കഴിഞ്ഞാൽ പോയിന്റ് വരത്തില്ല. ഗ്രിഡ് സ്പേസിങ് ഇത് ഓട്ടോമാറ്റിക് ആക്കി കിടക്കും. നമുക്കതിനെ മാറ്റി ഒരു 10 ആക്കാം. ഇത് മാറ്റി 10 ആക്കാം. X/X 10 കിടക്കുക. ഡൈമെൻഷൻസ് ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഡ്രോയിങ് പ്രിഫറൻസസ് എല്ലാം ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചു. പേപ്പർ കറക്റ്റ് ചെയ്തു, യൂണിറ്റ്സ് നോക്കി, ഓക്കെ പ്രസ് ചെയ്തില്ലായിരുന്നു. ഗ്രിഡ് സ്പേസിങ് 10. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ പ്രസ് ചെയ്തോണ്ടും, അല്ലെങ്കിൽ അത് ആക്ടിവേറ്റഡ് ആവത്തില്ല. ഓക്കെ പ്രസ് ചെയ്തു നമ്മൾ ചെയ്തെല്ലാം ആക്ടിവേറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിൻഡോ ഒന്ന് ഇത്തിരി മാക്സിമൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യാൻ പോകണം. ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, പേപ്പർ അങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മൾ പേപ്പർ സൈസിന് റെക്റ്റാങ്കിൾ വരച്ചു. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പറയാം. ഫസ്റ്റ് കോർണർ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. നമുക്കൊരു 10,10 കൊടുക്കാം. ഫസ്റ്റ് കോർണർ 10,10. ഫസ്റ്റ് പോയിന്റ് വന്നു. അത് സെക്കൻഡ് കൊടുക്കുകയാണ്. സെക്കൻഡ് കൊടുക്കുന്നത് 2 മെത്തേഡ് ചെയ്യാം. ഒന്നുകിൽ വിത്ത് റെസ്പെക്ട് ടു 0 കൊടുക്കാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് പോയിന്റ് കൊടുക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ലാസ്റ്റ് പോയിന്റ് നമുക്കൊന്ന് കൊടുക്കാം, അതായിരിക്കും എളുപ്പം. @ കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് പോയിന്റ് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ 89.1 കോമ 59.4. ഇതെന്താണ്, പേപ്പർ സൈസാണ്. നമ്മുടെ പേപ്പറിൻ്റെ സൈസ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇതാണ് നമ്മുടെ A1 ഷീറ്റ്. ഈ A1 ഷീറ്റിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഡ്രോയിങ് ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിനകത്ത് മാർജിൻ ചെയ്യണം. മാർജിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓഫ്സെറ്റ് ചെയ്യണം. ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. നമുക്ക് ഇതിനൊന്ന് ഓഫ്സെറ്റ് ചെയ്യാം.
ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഓഫ്സെറ്റ്. ഏതിനെയാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. എത്ര ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്യണം? ശരി, 1 സെൻറ്റിമീറ്റർ ആണ്. ക്ലിക്ക് ചെയ്തു, അകത്തേക്ക് വെച്ച് ക്ലിക്ക് ചെയ്തു. ഇതാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പം നിങ്ങളിതിലൊരു പ്രശ്നം കണ്ടോ? ഈ കോർണർ കണ്ടോ? എന്ത് പറ്റി? ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒരു ഓഫ്സെറ്റ് ഇങ്ങനെ വല്ലാണ്ട് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ്, അതിന് ഓഫ്സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണിത്. ഇതിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ട്രിം എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാം. ട്രിം കമാൻഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ട്രിം അടിച്ചു കഴിഞ്ഞാൽ ഈ കോർണർ അങ്ങ് ഡിലീറ്റ് ആവും. നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്തു സെലക്ഷൻ ആവുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം എന്നറിയോ? റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന സിംഗിൾ എൻറ്റിറ്റിയാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത് അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഓരോ എൻറ്റിറ്റീസ് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ഓപ്ഷൻ ഏതാണ്? എക്സ്പ്ലോഡ്. അപ്പോൾ എക്സ്പ്ലോഡ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ അകത്തെ റെക്റ്റാങ്കിളിനെ പല പീസസ് ആക്കാൻ പോവുകയാണേ. അപ്പോൾ ഇനി എക്സ്പ്ലോഡ് കമാൻഡ് എടുത്തു, സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നോക്കിക്കോളൂ, ഓരോ എൻറ്റിറ്റി ആയിട്ട് മാറി. അപ്പോൾ ഈ സിംഗിൾ റെക്റ്റാങ്കിളിനെ നമ്മൾ പല എൻറ്റിറ്റീസ് ആക്കി മാറ്റി. ഇനി നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റഡ് ആയിപ്പോകും. കാണുന്നുണ്ടോ? ഇപ്പോൾ ഡിലീറ്റഡ് ആയി. അപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ അകത്തൊരു ബോർഡർ ലൈൻ വരച്ചു. ഇത് പല രീതിയിലും ചെയ്യും. ചിലർ ഒരു സൈഡിൽ 2.5 കൊടുക്കും. എന്ത് വെച്ചാൽ നമുക്ക് പഞ്ച് ചെയ്ത് ഫയൽ ചെയ്യേണ്ടതുമല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ ഇതിന് ഒരു പ്രാവശ്യം ഓഫ്സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ 2 2.5 ആക്കണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തു ഓരോ ഓഫ്സെറ്റും കൂടെ കൊടുത്തു. ഇത് 2 ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഇതിനെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ട്രിം ചെയ്താൽ മതി. ഇങ്ങനെ ട്രിം ചെയ്യുന്നത് ക്ലിക്ക് ചെയ്തു ട്രിം ചെയ്ത് ക്ലിക്ക് ചെയ്ത് ട്രിം ചെയ്യുക. ട്രിം ടു മൗസ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് കഴിയുന്ന മൗസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ബോർഡറിൽ വരച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടൈറ്റിൽ ബ്ലോക്ക് അകത്ത് വരയ്ക്കണം. ടൈറ്റിൽ ബ്ലോക്ക് അകത്ത് വരയ്ക്കണം. നമുക്ക് ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെയായിരിക്കുന്നതെന്ന് ഒരു ഐഡിയ വേണം. അപ്പോൾ തൽക്കാലം നമ്മളൊരു നെറ്റിൽ നിന്നൊരു ടൈറ്റിൽ ബ്ലോക്ക് എടുത്ത് ഇതിൽ വരയ്ക്കാൻ പോകണം. അപ്പം നമുക്ക് ആ ടൈറ്റിൽ ബ്ലോക്ക് ഒന്ന് കണ്ടാൽ കുറച്ചുകൂടെ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് പലതിനും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻസ് എല്ലാം കാണിച്ചു തരാണ്. ഫയൽ, ഇമ്പോർട്ടിൽ കണ്ടോ? ഇൻസേർട്ട് ഇമേജ്. ഞാനൊരു ഇമേജ് സേവ് ചെയ്തിട്ടുണ്ട്, അതിനെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിത് മാക്സിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല. കാണുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇമേജിനെ കാണണമെങ്കിൽ നമുക്കിതിനെ ചെറുതാക്കിയെങ്കിലേ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? അപ്പോൾ ഞാനൊരു ഇമേജ് എടുത്തു, ഓപ്പൺ. ഇമേജ് വന്നു. ഇവിടെ വെക്കണ്ടേന്ന് വെച്ചാൽ ചോദിക്കും. ഇത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സൈസുകൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ആംഗിൾ, ഫാക്ടർ. അപ്പോൾ നമ്മുടെ ഇമേജ് വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? സ്കെയിൽ ഫാക്ടറിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ താഴെ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണേ. അപ്പോൾ നമുക്ക് ഈ ടൈറ്റിൽ ബ്ലോക്ക് നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പോകാം. ഈ ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 30 + 35 65 വിഡ്ത്ത്. ലെങ്ത് വൈസ് 190. അപ്പോൾ 190 65 ഒരു ബോക്സ് ആദ്യം വരയ്ക്കും. അപ്പോൾ ലൈൻ എടുത്തു, അല്ലെങ്കിൽ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. അതായിരിക്കും ഏറ്റവും എളുപ്പം. ഓഫ്സെറ്റ് കമാൻഡ് എടുത്തു, ക്ലിക്ക് ചെയ്തു. ഇങ്ങോട്ട് എത്ര വേണം? 190. അപ്പോൾ ഓഫ്സെറ്റ് എൻ്റർ അടിച്ചു. ഡിസ്റ്റൻസ് 90. 190 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 90. തിരിച്ചുള്ള ഓഫ്സെറ്റ് എടുക്കാം. എസ്കേപ്പ്, ഓഫ്സെറ്റ്. ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുന്നത് എൻ്റർ അടിച്ചു. ഇങ്ങോട്ട് എത്രയാണ്? 65. അപ്പോൾ 6.5 എടുത്തു. ഇതാണ് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക്. പിന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഭാഗം നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ട്രിം ടു വരയ്ക്കും, സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ കാണുള്ളൂ. അത് എപ്പോഴും ഓർത്തോണം. ഓട്ടോക്കാഡിൽ നേരെ തിരിച്ചാണ്. നമ്മൾ തിരിച്ച് ചെയ്തു. ഒന്നുകൂടെ നോക്കാം. ട്രിം ടു എടുത്തു. ഇവിടെയും സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി ഡിലീറ്റഡ് ആവും.
അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് അകത്തേക്കുള്ളത് വരയ്ക്കാം. അകത്തേക്കുള്ള ഓഫ്സെറ്റ് 10, 7, 7, 7, 7 ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ആദ്യം വരയ്ക്കാം. നമുക്ക് വെർട്ടിക്കൽസ് എല്ലാം വരയ്ക്കാം. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 25. ഓഫ്സെറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓഫ്സെറ്റ് അടിച്ചു, സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, 25, 2.5. അപ്പോൾ ഇത് വന്നു. ഞാൻ അടുത്ത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് ടോട്ടൽ എത്രയുണ്ട്? 20 + 25 + 15. അപ്പോൾ 50, 60 ആണ് അല്ലേ? 60 പോയാൽ ബാക്കി ഇത് എത്രയുണ്ട്? 190ൽ 60 പോയാൽ 130. നമുക്കതിന് എസ്കേപ്പ് ചെയ്യാം. 160. അപ്പോൾ ഒന്നുകൂടെ ഓഫ്സെറ്റ് അടിക്കാം. സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, ഓഫ്സെറ്റ് 190, 130, 30. ഈ ലൈൻ ഇനി ഓഫ്സെറ്റ് എടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓഫ്സെറ്റ്, സെലക്ട്, ഇങ്ങോട്ട് എത്രയാണ്? 20. എൻ്റർ അടിച്ചു, ഡിസ്റ്റൻസ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓഫ്സെറ്റ് അടിച്ചു, ഡിസ്റ്റൻസ് 2 പോയിന്റ്. മറ്റേത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി 15. ഇത്രയും. ഇനി ഇങ്ങോട്ടുള്ള എടുക്കാം. ഓഫ്സെറ്റ് എടുക്കും. ആകെ 65 ആണ്. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 10. ക്ലിക്ക് ചെയ്തു, ഓഫ്സെറ്റ് എടുത്തു, ഡിസ്റ്റൻസ് 10. എൻ്റർ അടിച്ചു, ഓഫ്സെറ്റ്, ഓഫ്സെറ്റ്, എൻ്റർ, 10. ഓഫ്സെറ്റ് കൊടുക്കാം. സെലക്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓഫ്സെറ്റ് ചെയ്തു, ഡിസ്റ്റൻസ് 10 മില്ലിമീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തു. ഓഫ്സെറ്റ് വന്നു. ഇനി അടുത്ത് എത്ര വേണ്ടത്? 7. ക്ലിക്ക് ചെയ്തു, ഓഫ്സെറ്റ് ചെയ്തു, 0.7 കൊടുത്തു. നമുക്ക് ഈ 0.7 കൊടുക്കുന്ന ഓരോ പ്രാവശ്യം 0.7 എടുത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 0.7 നമ്മൾ വരച്ച് ഇനി എത്ര എണ്ണം വരയ്ക്കേണ്ട? 1, 2, 3, 4 എണ്ണം വരയ്ക്കാൻ. നമുക്ക് ഓരോ പ്രാവശ്യം ഓഫ്സെറ്റ് രീതി ചെയ്യാം. അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ട്, മൂവ് ഓർ കോപ്പി. ഇത് വെച്ച് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോളൂ. ക്ലിക്ക് ചെയ്തു, മൂവ് ഓർ കോപ്പി, സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഏത് പോയിന്റ് വിത്ത് റെഫറൻസ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ സെലക്ട് ചെയ്തു. ഇന്റർസെക്ഷൻ എടുക്കുക. ഓഫ് ചെയ്തു. കോപ്പി വരുന്നതിൻ്റെ വിത്ത് റെസ്പെക്ട് ഏതിനെയാണ് ചോദിച്ചിരിക്കുന്നത്? സ്നാപ്പ് ഇന്റർസെക്ഷൻ. ക്ലിക്ക് ചെയ്തു. ഇതിന് വിത്ത് റെസ്പെക്റ്റും ആണ്. അപ്പോൾ എത്ര എണ്ണം നമുക്ക് കൊടുക്കണം? മൾട്ടിപ്പിൾ കോപ്പീസ് 4. ഓക്കെ, കാണുന്നുണ്ടല്ലോ, മൾട്ടിപ്പിൾ കോപ്പീസ് ആയിട്ട് 4 വന്നു. അപ്പോൾ നമുക്ക് ആ സൈഡ് ഇത് മുഴുവൻ വന്നു. അപ്പോൾ ഓഫ്സെറ്റ് ചെയ്തതാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്ത് ചെയ്യും. പിന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് നമുക്ക് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ ട്രിം ചെയ്യാം. ട്രിം 1 ആണ്. സെലക്ട് എവിടെ വെച്ചാണ് ട്രിം ചെയ്യുന്നത് ചോദിക്കുക. അപ്പോൾ നമ്മൾ എൻറ്റിറ്റിയുടെ എൻഡ് സെലക്ട് ചെയ്തു. ബാക്കി അകത്തെ സെലക്ട് ചെയ്യുക. എവിടെയൊക്കെ സെലക്ട് ചെയ്യുന്നോ ആ ഭാഗം മാത്രമേ കാണുള്ളൂ. കാണുന്നുണ്ടല്ലോ, ഡിലീറ്റഡ് ആയി പോകുന്നു. അപ്പോൾ ഇതായില്ലേ. ഇനി എന്തുണ്ട്? ഇവിടെയും നമുക്കൊന്ന് ട്രിം ചെയ്യണം. അപ്പോൾ ട്രിം ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു. ഇവിടെ ഇതിനെ ബേസിലാണ് ട്രിം ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. നമ്മൾ സെലക്ട് ചെയ്ത് എവിടെയാണോ അത് വന്നു. ഏതാ വേണ്ടത്? ഈ സൈഡാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ട്രിം ചെയ്യാം.
trim, select. ഇതിനെ ബേസ് ചെയ്ത് വേണം സെലക്ട് ചെയ്തു. ഇത് മതി നോക്കാം. ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഒരു ഓഫ്സെറ്റും കൂടി ഉണ്ട് അല്ലേ? ആ ഓഫ്സെറ്റും കൂടെ നമുക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തു. ഓഫ്സെറ്റ് എത്ര വേണ്ടത്? 10 ആണ്. അപ്പോൾ 1 ട്രിം ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള ട്രിം ചെയ്യുമ്പോൾ ഏത് സൈഡാണ് വേണ്ടത് അവിടെ നമ്മൾ ട്രിം ചെയ്യും. സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഈ സൈഡാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ബോക്സ് കറക്റ്റായില്ലേ? ടൈറ്റിൽ ബ്ലോക്ക് കറക്റ്റായി. ഇത് ടൈറ്റിൽ ബ്ലോക്ക് ഇല്ലാക്കത്തെ എഴുതാനുള്ളതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ചില ഈ ഫോമിനൊക്കെ അതിൻ്റെ എംബ്ലംസ് ഒക്കെ കാണാം. ഈ എംബ്ലംസിനെയൊക്കെ നമ്മൾ ഇമേജ് ആയിട്ട് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫിഗർ കാണിച്ച പോലെ ഇനി എന്താ ചെയ്യാനുള്ളത്? ഇതിനകത്ത് നമുക്കിനി ഡീറ്റെയിൽസ് എഴുതണം. നെയിം ഓഫ് ദ ഫേം അത് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ടെക്സ്റ്റ് എടുക്കണം. അപ്പോൾ അതിന് ടൂൾസിൽ പോവുക, എം ടെക്സ്റ്റ്, ഇവിടെ കാണും ടെക്സ്റ്റ് എടുക്കാം. എം ടെക്സ്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും എഴുതും. അപ്പം നമ്മൾ VHSC എഴുതാൻ പോകും. VHSC ഈ വിദ്യാലയം എഴുതും. VHSC ക്യാപ്സ്ലോക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. VHSC ഈ വിദ്യാലയം. ഓക്കെ, അതുണ്ടോ നമ്മളെന്തോ സ്നാപ്പ് എടുക്കുന്നുണ്ട്. ഈ വിദ്യാലയം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് പോരാൻ തോന്നി. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ എം ടെക്സ്റ്റ് എടുത്തു. സൈസ് നമ്മൾ ഒരു ഹൈറ്റ് കൂട്ടി കൊടുത്തു. ഒരു 0.7 ഇട്ടു. ഓക്കെ, VHSC വിദ്യാലയം. ഇതാണ് നമ്മുടെ ഫേമിൻ്റെ പേര്. ഇനി എന്തൊക്കെ എഴുതാനുണ്ട്? നെയിം, ഡേറ്റ്. നെയിം, ഡേറ്റ്. അപ്പോൾ നമ്മൾ നെയിമും ഡേറ്റും എഴുതാൻ പോവാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, എം ടെക്സ്റ്റ് എടുത്തു. ഇപ്പോൾ സൈസ് നമ്മളൊരു 0.4 ആക്കി. ആൻഡിൽ ഇത് എവിടെ എഴുതുന്ന അലൈൻമെൻ്റ് ഒക്കെ നോക്കിക്കോണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നെയിം. ഓക്കെ, ഇവിടെ കൊണ്ട് വെച്ചു. നേരത്തെ ഇവിടെ എഴുതാൻ ഇവിടെയാണ് കൊണ്ടുപോകുന്നത്. ഇനി എന്താ കൊടുക്കാനുള്ളത്? നെയിം കൊടുത്ത് ഡേറ്റ്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഡേറ്റ്. ടെക്സ്റ്റ്. ഇപ്പം എന്ത് ചെയ്യണം? ഡേറ്റ് ആക്കണം. ഓക്കെ, ഇനി എന്താ എഴുതാനുള്ളത്? ഡിസൈൻഡ് ഡ്രോൺ ആക്കി എഴുതാം. ഇനി ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഡിസൈൻഡ്. ഓക്കെ, എഴുതി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഇനി നമ്മൾ പോയി ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും നമുക്കിതിനെ സ്കെയിൽ ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തു, സ്കെയിൽ എടുത്തു. സ്കെയിൽ കാണുമ്പോൾ അറിയാലോ. സെലക്ട് ചെയ്തു. സ്പെസിഫൈ റെഫറൻസ് പോയിന്റ് ചോദിച്ചു. ഒരു സെൻറ്റർ നമ്മൾ കൊടുത്തു. സെൻറ്റർ കൊടുത്തു. എന്നിട്ട് ഡിലീറ്റ് ഒറിജിനൽ കൊടുത്ത് സൈസ് കൊടുക്കാം. നമുക്കൊരു പകുതി വേണ്ട 0.7 തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇതായി ചെറുതായി കാണുന്നുണ്ടോ? ഇനി ഇതിനെ നമുക്ക് താഴേക്ക് ഡിസൈൻഡ് ഡ്രോൺ. അടുത്ത എം ടെക്സ്റ്റ് എടുത്തു. സൈസ് നമുക്ക് കുറയ്ക്കാം. 0.3 ആക്കാം. 0.7 ഇൻറ്റു 0.4 ആണ്. അപ്പം 0.28. അപ്പോൾ 0.28. 0.3. ഓക്കെ, അപ്പോൾ എന്താ എഴുതണ്ടേ? ഡ്രോൺ 0.38. ഡ്രോൺ. ഓക്കെ, ഡ്രോൺ. താഴേക്ക് എഴുതാനുണ്ട്. അപ്പോൾ അവിടെ എഴുതാനുള്ള എന്താണ്? ഇവിടെ അങ്ങ് ചെയ്ത് ചേർത്ത്. അത് വേറെ അധികമായിട്ടൊന്നും മാറ്റാനൊന്നും പോകണ്ട. താഴെ എന്താ എഴുതാനുള്ളത്? ഡ്രോണായി. അടുത്തത് ചെക്ക് ദ സ്റ്റാൻഡേർഡ്.
ചെക്ക്ഡ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അതിനിവിടെ തിരുത്തിയാൽ മതി. ചെക്ക്ഡ്, CHECKED, ചെക്ക്ഡ്. കണ്ടോ, മാറിയുണ്ടോ? അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ചെക്ക്ഡ്. അടുത്തത് സ്റ്റാൻഡേർഡ് അപ്രൂവ്ഡ്. സ്റ്റാൻഡേർഡ് നമുക്ക് സൈസ് സ്കെയിൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്രൂവ്ഡ്. ഇത് രണ്ടിൻ്റെ സൈസ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് സെലക്ട് ചെയ്തു, സ്കെയിൽ ചെയ്തു, നമ്മൾ സൈസ് ചെയ്തു, എൻ്റർ വിത്ത് റെഫറൻസ് ടു ചോദിച്ചു, നമ്മൾ സെൻറ്റർ എടുത്തു 0.7. ഓക്കെ. അങ്ങനെ നമുക്ക് ഈ സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 0.7 ആയിട്ട് കുറയ്ക്കണം. സ്കെയിൽ ചെയ്തു, സെൻറ്റർ എടുത്തു, 0.7. ഓക്കെ. ഇതിനെങ്ങനെ സ്കെയിൽ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ 0.7. ഓക്കെ. ഓരോന്നായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ്, സ്പേസിങ് അഡ്ജസ്റ്റഡ് ആയി പോകും. അതുകൊണ്ട് ഇതിനെ സെൻട്രൈസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ. നമ്മൾ എഴുതി, അതെല്ലാം എഴുതി കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ എഴുതി? ഇതെല്ലാം എഴുതി, ഇതെല്ലാം എഴുതി. ഇനി എഴുതാനുള്ള ഡ്രോയിങ് നമ്പർ, സ്കെയില് ഒക്കെ എഴുതണം. ഡ്രോയിങ് നമ്പർ. അപ്പോൾ ഇവിടെയും കുറേ ലൈൻസ് നമ്മൾ എക്സ്ട്രാ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ട്രിം ചെയ്യാം. സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, ആവശ്യമുള്ള സ്ഥലങ്ങൾ വെക്കുക. ഡ്രോയിങ് നമ്പറൊക്കെ എഴുതാം. ഇനി അടുത്തത് ടെക്സ്റ്റ്. ഇതിനെ ഇത്തിരി വലുതാക്കി 0.5 ആക്കാം അല്ലേ? 0.5. അപ്പം ഡ്രോയിങ് നമ്പർ. ഓക്കെ. ഡ്രോയിങ് നമ്പർ. ഇനി എന്തുള്ള കൊടുക്കുന്നത്? സ്കെയില്, ടൈറ്റിൽ. സ്കെയിൽ, സ്കെയിൽ. ഇനിയുള്ളത് ടൈറ്റിൽ. ടൈറ്റിൽ എന്ത് ചെയ്തു? ടൈറ്റിൽ ബ്ലോക്ക്. നമുക്ക് സ്കെയിൽ ചെയ്ത് വലുതാക്കാം. പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, സ്കെയിൽ ചെയ്തു, വിത്ത് റെഫറൻസ് സെൻറ്റർ എടുത്തു, ഇത് 0.5 ആക്കാം. ഓക്കെ. സ്കെയിൽ. ഇതിനെ നമുക്കൊന്ന് വലുതാക്കാം. സ്കെയിൽ വിത്ത് റെഫറൻസ് സെൻറ്റർ എടുത്തു, ഇതിനൊരു 1.5 ടൈംസ് ആക്കാം. ഓക്കെ. കാണുന്നുണ്ടോ? അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഒരു പടം വരയ്ക്കാനുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ, എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ലൈബ്രറി, ബ്ലോക്ക്, ലെയേഴ്സ്. അപ്പം ലൈബ്രറിയിൽ പോയിട്ട് നമ്മളൊരു ബ്ലോക്ക് എടുത്തു. ബ്ലോക്കിൽ കുറേ പടങ്ങൾ കാണും. ഈ പടങ്ങളുള്ളതിൽ ഏതെങ്കിലും നമുക്ക് ആപ്റ്റായിട്ടുള്ള പടം ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വരച്ചെടുക്കേണ്ടി വരും. അപ്പം ഇതിനകത്തുള്ള നോക്കിയിട്ട് ഞാനിപ്പോൾ ഇതങ്ങ് എടുക്കുക. ഈ ബ്ലോക്ക് 21 ഏതെങ്കിലും ഒരു നെക്സ്റ്റ് നമുക്ക് എന്താ കാണിക്കേണ്ടത്? നോട്ട് ദ ഡയറക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആരോ എടുത്തു, ഇൻസേർട്ട് അടിച്ചു. കാണുന്നുണ്ട് ആരോ വരുന്നത് യൂഷ്വലി ഫാക്ടർ 1 ആയിരിക്കും, ആംഗിൾ 0 ആയിരിക്കും, അതേപോലെ വരും. ഇങ്ങനെയായിരിക്കും സാധനം ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയാലോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വെക്കേണ്ടത്, നേരെ തിരിച്ചാണ്. അപ്പോൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് എത്ര ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കറങ്ങേണ്ടത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ്. അപ്പോൾ എത്ര ഡിഗ്രി കറങ്ങണം? 270 ഡിഗ്രി കറങ്ങണം. അപ്പോൾ നമ്മൾ 270 ഡിഗ്രി കൊടുത്ത ആംഗിൾ ഫാക്ടർ നമ്മൾ കുറച്ച് ഒരു 0.6 കാണുന്നുണ്ടോ? ഇപ്പോൾ വലുതായി കണ്ടോ? അപ്പോൾ അത് പോരാ, നമുക്ക് 0.25 നോക്കി നമുക്ക് ഓക്കെയാണ് അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ നോർത്ത് ഡയറക്ഷൻ കാണിക്കാൻ പറ്റും.
ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ക്ലിക്ക് ചെയ്തു. നമ്മൾ നോർത്ത് ഡയറക്ഷൻ കാണിച്ചു, ടൈറ്റിൽ ബ്ലോക്ക് ഇതല്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഡയമെൻഷനിങ് ചെയ്യണം. ഡയമെൻഷനിങ് ചെയ്യുന്ന ഇതേപോലെ തന്നെ ടൂൾസ്, ഡയമെൻഷൻ, അലൈൻഡ് ഡയമെൻഷൻ, ലീനിയർ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇതെല്ലാം ഇവിടെയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഡയമെൻഷനൊക്കെ ലീനിയർ എടുക്കാം. ക്ലിക്ക് ചെയ്ത് ലീനിയർ ഡയമെൻഷൻ. അപ്പോൾ ലീനിയർ ഡയമെൻഷൻസ് ഇപ്പോൾ ഇവിടെ തുടങ്ങണം ചോദിച്ചു. അപ്പോൾ ലേബൽ ചെയ്ത് വല്ല എന്തെങ്കിലും അതിന് മുമ്പ് ആഡ് ചെയ്യേണ്ടതുണ്ടോ? വല്ല സിമ്പിൾസ്, റേഡിയസിൻ്റെ ഡാൽറ്റ, ഫൈ അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് ചോദിക്കുക. അതൊന്നും വേണ്ടല്ലോ. നമുക്ക് ലേബിൾ, നമുക്ക് പോയിന്റ്സ് ക്ലിക്ക് ചെയ്യാം. എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. കറക്റ്റാണ്. നമ്മൾ ഡയമെൻഷൻ ഇങ്ങനെ വരാൻ പാടില്ല എന്നല്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പ്രശ്നം പറ്റിയത്. ഓപ്ഷൻസ്, കറന്റ് ഡ്രോയിങ് പ്രിഫറൻസസ്, ഡയമെൻഷൻ. ഡയമെൻഷനിൽ നമ്മൾ എത്ര ഡെസിമൽ കറക്റ്റ് ചെയ്തിട്ടു? ഫോർമാലിറ്റി, ഡയമെൻഷൻസ് വേണ്ടെന്നാൽ മതി. ഓക്കെ, മാറിയതുണ്ടോ? ഇനി ഡയമെൻഷൻ മാറ്റാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വന്ന് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പം പോരാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയും നമ്മൾ പോയി ഓപ്ഷൻസ്, കറന്റ് ഡ്രോയിങ് പ്രിഫറൻസസ്, ഡയമെൻഷൻസിൽ പോയിട്ട് ലെങ്ത് ഫാക്ടർ, ഹൈറ്റ്, ടെക്സ്റ്റ് ഹൈറ്റൊക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 1 ഇട്ടു. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഹൈറ്റ് നോക്കാം. ഹൈറ്റ് എങ്ങനെ ഇടും? ഇപ്പോഴും ഓൺ ചെയ്യുക. 6.5 ആണ്. നമ്മൾ എന്നിട്ട് ഓഫ് ചെയ്യുക. കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഡയമെൻഷൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് പേപ്പറിലാണ് വരച്ചത്? ഇപ്പോൾ ഒരു A1 ഷീറ്റിൽ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ ഇതെല്ലാം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഈ ടൈറ്റിൽ ബ്ലോക്ക് നന്നായിട്ട് വരച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു. ഇനി അടുത്ത ലെസണിൽ നമ്മൾ എങ്ങനെ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.